1997-നും 2005-നും ഇടയിൽ സംപ്രേഷണം ചെയ്ത ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും മികച്ച ഷോകളിലൊന്നായ ശക്തിമാനിലെ ധീരയായ പത്രപ്രവർത്തക ഗീതാ വിശ്വാസിനെ അങ്ങനെ മറക്കാൻ പറ്റും. ആ ഗീതാ വിശ്വാസായി വേഷമിട്ടാണ് വൈഷ്ണവി മക്ഡൊണാൾഡ് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചത്. കഠിനമായ അനുഭവങ്ങളുടെ ബാല്യവും കൗമാരവും പിന്നിട്ടാണ് വൈഷ്ണവി അഭിനയ രംഗത്ത് സജീവമായത്. അച്ഛനമ്മമാർ തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങളുടെ സ്ഥിരം ഇരകളായിരുന്നു വൈഷ്ണവിയും ഇളയ സഹോദരിയും. അച്ഛൻ ഉപേക്ഷിച്ചു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട വൈഷ്ണവി 1974 സെപ്റ്റംബർ 9 മുംബൈയിലാണ് ജനിച്ചത്. ബാല്യകാലം മുംബൈയിലും ഹൈദരാബാദിലുമായിരുന്നു. അച്ഛനമ്മമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം സ്ഥിരമായ ഒരു വാസസ്ഥലമില്ലാതെ തുടർച്ചയായ സ്കൂൾ വിദ്യാഭ്യാസം നേടാനാവാതെ അവർ വലഞ്ഞു. വൈഷ്ണവിയുടെ പിതാവ് ഹിന്ദു മതവിശ്വാസിയും മാതാവ് ക്രിസ്ത്യൻ മതവിശ്വാസിയുമാണ്. അച്ഛനമ്മമാരുടെ നിരന്തരമായ വഴക്കുകൾ കാരണം ഹോട്ടൽ മുറികളിലായിരുന്നു തങ്ങളുടെ താമസമെന്നും അതുകൊണ്ടാണ് സ്കൂളിലും കൃത്യമായി പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതും പല അഭിമുഖങ്ങളിലും വൈഷ്ണവി തുറന്നു പറഞ്ഞിട്ടുണ്ട്. 4-ാം ക്ലാസ്സിനും 10-ാം ക്ലാസ്സിനും ഇടയിലുള്ള 6 വർഷത്തെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടെങ്കിലും വൈഷ്ണവി പഠനത്തിൽ മിടുക്കിയായിരുന്നു. ഒരു നടിയാകുന്നതിനേക്കാൾ ശാസ്ത്രജ്ഞയാകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നതെന്നും അവർ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ കുടുംബം ഹൈദരാബാദിലെ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒരു വിശദീകരണം പോലും നൽകാതെ അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ അച്ഛൻ അപ്രത്യക്ഷനായി. പിതാവിന്റെ തിരോധാനം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു കൗമാരകാലമെന്ന് നടി അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. മക്കളെ ഒന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ച അമ്മ ഒന്നും പറയാതെ അച്ഛൻ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയതോടെ ആ അമ്മ വല്ലാതെ തളർന്നു. കൃത്യമായ വരുമാനമില്ല, സഹായിക്കാനും ആരുമില്ല. ആ സാഹചര്യത്തിൽ ഭർത്താവിനെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ അവർ മകൾക്കൊപ്പം മുംബൈയിലേക്ക് തിരിച്ചു. അവിടെ ചെറിയൊരു ലോഡ്ജിൽ മുറിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുറി വാടക നൽകാനും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങി നൽകാനും പണമില്ലാത്ത ഘട്ടത്തിൽ മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി അവർ ഗൗരവത്തോടെ ചിന്തിച്ചു. അതിനു മുമ്പ് കുട്ടികളുമായി അവർ ഒരു പള്ളിയിൽ പോയി. അവിടെ വെച്ച് തനിക്കൊരു അമാനുഷിക അനുഭവം ഉണ്ടായതായി വൈഷ്ണവി പിന്നീട് പറഞ്ഞു. ലോഡ്ജിൽ തിരിച്ചെത്തിയപ്പോൾ വാതിലിന് പുറത്ത് ഒരു കെട്ട് പുതിയ 100 രൂപ നോട്ടുകൾ കിടക്കുന്നത് കണ്ടെന്നു. ബില്ലുകൾ അടയ്ക്കാൻ ആവശ്യമായ തുക അതിലുണ്ടായിരുന്നുവെന്നും അവർ തുറന്നു പറഞ്ഞു. അന്നു മുതൽ താൻ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ തങ്ങൾ പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു 1 BHK ഫ്ളാറ്റിലേക്ക് താമസം മാറിയെന്നും അതെല്ലാം ഒരു അത്ഭുതമായിരുന്നുവെന്നും അവർ വിശദീകരിക്കുന്നു. തങ്ങളെ കൊന്ന് സ്വയം മരിക്കാൻ പദ്ധതിയിട്ടതിനെ പറ്റി പിന്നീട് ഒരു ദിവസം അമ്മ തുറന്നു പറഞ്ഞെന്നും താരം വെളിപ്പെടുത്തി. എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യാനും ഞങ്ങളെ കൊല്ലാനും ആലോചിച്ചു. പിന്നീട് അവർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷം നൽകാൻ തീരുമാനിച്ചിരുന്നതായി. എനിക്ക് 16-ഉം എൻ്റെ സഹോദരിക്ക് 12-ഉം വയസ്സായിരുന്നു. ഞങ്ങൾ തെറ്റായ കൈകളിൽ അകപ്പെടാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ഒരു ദിവസം ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയ അച്ഛനെ വൈഷ്ണവി പിന്നീട് കണ്ടത് അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞാണ്. അപ്പോഴേക്കും അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു മതവിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തിരുന്നു. അതോടെ അദ്ദേഹം തങ്ങളെ വിട്ട് എന്തിനാണ് പോയതെന്ന് വൈഷ്ണവിക്ക് മനസ്സിലായി. പക്ഷെ അച്ഛനെ വെറുക്കാതെ അവർ സ്നേഹത്തോടെ അതൊക്കെ ക്ഷമിച്ചു. മരണക്കിടക്കയിലും സ്നേഹത്തോടെ പരിചരിച്ചു. 1988-ൽ പുറത്തിറങ്ങിയ വിരാന എന്ന ഹൊറർ സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് വൈഷ്ണവി അഭിനയ രംഗത്തെത്തിയത്. നിരവധി ബോളിവുഡ് ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു. ഒരു മുത്തം മണിമുത്തം എന്ന മലയാള ചിത്രത്തിലും അവർ വേഷമിട്ടിട്ടുണ്ട്. ഐറ്റം ഡാൻസ് ഗേളായി മുദ്രകുത്തപ്പെടാതിരിക്കാനും കാസ്റ്റിംഗ് കൗച്ച് ദുരനുഭവങ്ങളും കാരണം ബോളിവുഡിൽ തുടരാൻ വൈഷ്ണവി തയ്യാറായില്ല. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തത് മൂലം നിരവധി വേഷങ്ങളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടു. മുതിർന്ന അഭിനേതാക്കളിൽ നിന്ന് മാത്രമല്ല നിർമ്മാതാക്കളിൽ നിന്നും റാഗിങ്ങിന് സമാനമായ അനുഭവങ്ങളും ഉണ്ടായതിനെ തുടർന്ന് ബോളിവുഡിൽ നിന്ന് ടെലിവിഷൻ രംഗത്തേക്ക് വൈഷ്ണവി ചേക്കേറി. അവരുടെ ആ തീരുമാനം തെറ്റിയില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീടുള്ള അനുഭവങ്ങൾ. സിനിമയിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്തത് കൊണ്ട് പല അവസരങ്ങളും നഷ്ടമായി. പക്ഷേ ടെലിവിഷൻ വലിയൊരു കുടുംബത്തെയും സ്നേഹത്തെയും നൽകി. അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ അവർ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. 1997 മുതൽ 2005 വരെ സംപ്രേഷണം ചെയ്ത ശക്തിമാനിലെ പത്രപ്രവർത്തകയായ ഗീതാ വിശ്വാസ് എന്ന വേഷമാണ് അവർക്ക് വലിയ പ്രശസ്തി നേടിക്കൊടുത്തത്. പരമ്പരയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഈ കഥാപാത്രത്തെ നീക്കം ചെയ്തപ്പോൾ പ്രേക്ഷകരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തിരികെ കൊണ്ടുവരേണ്ടി വരെയും വന്നു. ഒട്ടേറെ സീരിയലുകളിൽ പ്രധാന വേഷങ്ങൾ അവർ കൈകാര്യം ചെയ്തു. വൈഷ്ണവി ഇപ്പോഴും അഭിനയ രംഗത്ത് സജീവമാണ്. നിലവിൽ പരിനീതി എന്ന പരമ്പരയിൽ പർവിന്ദർ ബെസ്വ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അഭിനയത്തിന് പുറമെ ആത്മീയതയിലും
വ്യക്തിത്വ വികാസത്തിലും താല്പര്യമുള്ള വൈഷ്ണവി 2 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികളെയും അതിനെ അതിജീവിക്കാൻ ദൈവികമായ ഇടപെടലുകൾ എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ചും പറയുന്ന പുസ്തകമാണ് ദ ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് ഗോഡ്.